ഹേ ഗായ്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ ചിഞ്ചുവേട്ടൻ എൻ്റെ വണ്ടിയൊക്കെ നല്ലപോലെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോലത്തെ അല്ല കേട്ടോ, ഇവിടെ ഒരു 1-2 മണിക്കൂർ എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് വാഷിംഗ് ആണ്. ഇവിടെ വണ്ടിയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കും കേട്ടോ, എന്നെ പോലെയല്ല. അങ്ങനെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഒരു വഴിക്ക് ചപ്പാത്തി പരത്തിയിട്ടു, അമ്മ ഒരു വഴിക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കൺവീനിയൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ചപ്പാത്തിയാണ്. മൊത്തത്തിലൊരു ചപ്പാത്തി മയമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം ഉണ്ട് കേട്ടോ. സോ അതിന് വേണ്ടി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു. സൺഡേ ആണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടണം ഒരു ദിവസം. അപ്പോൾ അതാ ജിൻഷേനൊക്കെ ഇങ്ങനെ കിട്ടണമെങ്കിൽ സൺഡേ വരണം. അപ്പോൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചുരണ്ടി കൊടുത്തിട്ട് നല്ലപോലെ ഓയിലൊക്കെ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്യാം കേട്ടോ. തിരിച്ച് എൻ്റെ തലയും ഇതുപോലെ മസാജ് ചെയ്ത് തരുമെന്നുള്ള കോൺട്രാക്റ്റിന് പുറത്താട്ടോ ആ പ്രവൃത്തി. പക്ഷേ എൻ്റെ കൂടെ എത്തിയപ്പോൾ അതിങ്ങനെ ആയിപ്പോയി. ഇതെന്താപ്പാ കാണിക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ലപോലെ മസാജ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ സുഖം ഞാൻ പിടിച്ചു പോയാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുമല്ലോ, അതുകൊണ്ടാണ് കള്ളൻ. കണ്ടോ, പഠിച്ച കളനാണ്, മോഹം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മസാജിങ് കഴിഞ്ഞിട്ട് നേരെ കടവിലേക്ക് പോയിട്ടോ. ഇനി കുറച്ച് തുണി നനയാണ് ഗൈസ്. ഓൾറെഡി ഞാൻ കല്ലിലൊക്കെ കുറേ വീട്ടിൽ നനച്ചിട്ടുണ്ട്. വലിയ തുണിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും 1-2 ഉണ്ടായിരുന്നു. ഈ കടവിൽ തുണി നനയ്ക്കാൻ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എന്ത് സിമ്പിളായിട്ട് നമുക്ക് വാഷ് ചെയ്ത് മാറാമെന്നറിയാമോ തുണിയൊക്കെ. ഇതിൻ്റെ സുഖവും ഞാൻ പിടിച്ചു പോയി. അതുകൊണ്ട് ഇപ്പോൾ ജിൻചേട്ടനോ അമ്മയോ ഉള്ളപ്പോൾ ഞാൻ ഓടിപ്പോകും കടവിൽ തുണി നനയ്ക്കാനായിട്ട്. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പോഴും പേടിയാട്ടോ, കാരണം എനിക്ക് നീന്തലറിയില്ലല്ലോ. എങ്ങാനും കാൽ വഴുതി പോയാലോ. വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ആറ്റിപ്പോലെ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എത്രത്തോളം കൺവീനിയൻ്റ് ആണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ ജീവിക്കേണ്ടവരാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശീലമാവുകയും വേണം. പിന്നെ ഷാമ്പൂ വാഷൊക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടെയാണ് ബെസ്റ്റ്. നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. മുടി കൊഴിച്ചിലൊക്കെ കുറയുമെന്നാണ് എല്ലാവരും പറയണത് കേട്ടോ. അപ്പോൾ സൺഡേയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാവേ.